ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്ലബ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള മറ്റൊരു സ്നാക്കാണിത് കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു 3 ലെയർ സാൻഡ്വിച്ചാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഒരു 6 ബ്രെഡ് കൊണ്ട് എനിക്ക് 2 സെറ്റ് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞാനിപ്പോൾ എല്ലാ ബ്രെഡും ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ചിക്കൻ ബ്രസ്റ്റാണ്. അതിവിടെ ഞാൻ കുറച്ച് പെപ്പറും അതുപോലെ തന്നെ ഉപ്പും ചേർത്തിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് ചീസ് സ്ലൈസാണ്. ചീസ് സ്ലൈസ് ഞാൻ 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്, 2 സെറ്റ് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ. പിന്നെ കുറച്ച് ക്യുക്കുംബറും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2 മുട്ടയും കൂടെ എടുക്കുക. ഞാൻ നിങ്ങളിപ്പോൾ 3 സെറ്റാണ് ഉണ്ടാക്കുന്നതെങ്കിൽ 3 മുട്ട എടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. അത് ഇനി നമുക്ക് കുറച്ച് പെപ്പറും അതുപോലെ തന്നെ ഉപ്പും ചേർത്തിട്ട് ഒന്ന് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇതിൽ നമുക്ക് ഒരു ലെയറിൽ ടൊമാറ്റോ വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഞാനിവിടെ എഗ്ഗ് ഒന്ന് ഓംലെറ്റ് ആക്കി എടുക്കുന്നുണ്ട്. ആ ഒരു ടോസ്റ്റ് ചെയ്ത പാനിൽ തന്നെ വെച്ചിട്ടൊന്ന് ഓംലെറ്റ് ആക്കി എടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഇനി നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും അതുപോലെ തന്നെ മയണൈസും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ഓരോ ബ്രെഡ് സ്ലൈസിലും നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഞാൻ ഓരോന്നിലും സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് എഗ്ഗാണ് വെച്ച് കൊടുക്കുന്നത്. എഗ്ഗിൻ്റെ സൈസ് കറക്റ്റ് അല്ലാത്തതുകൊണ്ട് ഒന്ന് ഫോൾഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ക്യുക്കുംബർ ആഡ് ചെയ്യാം. ക്യുക്കുംബർ ബാക്കിയുള്ളത് നെക്സ്റ്റ് ട്രിപ്പിലേക്ക് നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് അടുത്തതിൽ ചിക്കനൊന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ചിക്കനൊന്ന് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി വേറൊരു ബ്രെഡ് കൂടെ എടുത്തിട്ട് അതിലാണ് നമ്മൾ ചീസ് വെക്കുന്നത്. അപ്പോൾ ഇതാദ്യം നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. ഇതുപോലെ കമഴ്ത്തി വെക്കാൻ പാടില്ല, ഇതുപോലെ മുകളിലോട്ടൊന്ന് വെക്കുക. എന്നിട്ട് നമ്മൾ ഇനി ചീസ് വെക്കാനുള്ള ബ്രെഡും കൂടെ എടുക്കണം. അതിന് മുൻപായിട്ട് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. സ്പാച്ചുല വെച്ചിട്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം അടുത്ത ബ്രെഡ് സ്ലൈസ് കൂടെ എടുക്കാം. അതിലും നേരത്തെ പോലെ തന്നെ നമുക്ക് ആ ഒരു ടൊമാറ്റോ കെച്ചപ്പും മയണൈസുള്ള ആ ഒരു മിക്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ചീസ് വെക്കാൻ പോകുന്നത്. ആ ചീസ് വെച്ചതിന് ശേഷം ആ ഒരു ബ്രെഡ് നമുക്ക് കമഴ്ത്തിയാണ് വെക്കേണ്ടത്. അപ്പോഴേ ഉള്ളൂ അത് ആ ഒരു ചിക്കനുമായിട്ട് നല്ലപോലെ ഒന്ന് പ്രസ്സായി കിട്ടുള്ളൂ. ഇതുപോലെ ഒന്ന് കമഴ്ത്തി വെച്ചതിന് ശേഷം നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. വേണമെങ്കിൽ നമുക്ക് ആ സ്പാച്ചിൽ വെച്ചിട്ട് ഒന്നുകൂടെ പ്രസ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം. എൻ്റെ കത്തി നല്ല ഷാർപ്പായ കാരണം കുറച്ച് പാടുപെട്ടു കട്ട് ചെയ്തെടുക്കാൻ. നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് ഷാർപ്പായിട്ടുള്ള കത്തിയൊക്കെ എടുക്കുക കേട്ടോ. അതിന് ശേഷം സൈഡെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം അപ്പോഴാണ് ആ ഒരു പെർഫെക്റ്റ് ഷേപ്പ് അതിന് കിട്ടുന്നത്. ആദ്യം വേണമെങ്കിലും നമുക്ക് സൈഡ് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെയും ചെയ്യാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ക്രോസ് ആയിട്ടും കൂടെ കട്ട് ചെയ്യാം. ഞാൻ ഈ ഒരു 3 ബ്രെഡ് എടുത്തിട്ട് അതിൽ നിന്ന് തന്നെ ഒരു 4 സ്ലൈസ് സാൻഡ്വിച്ചാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതുപോലെ തന്നെ 2 സൈഡിലോട്ടുമായിട്ട് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ കുട്ടികൾക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു സ്നാക്കിൻ്റെ റെസിപ്പിയായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.